നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസ് പറഞ്ഞു, ഇനിയും പാസ്റ്റ് ടെൻസ് നോക്കിയേ. സബ്ജക്റ്റ് ഏതാണ്? ഐ. വെർബ് ഈറ്റ്. ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാ? ഏറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാ? ഈറ്റൺ. ദെൻ ഐ സബ്ജക്റ്റ് ആണ്. ഐയുടെ കൂടെ എന്ത് ചേർക്കുമ്പോഴാണ് പാസ്റ്റ് ടെൻസ് കിട്ടുന്നത്? ഐ ഡിഡ് ഈറ്റ്. ഫിഫ്ത്ത് ടെൻസ് നോക്കിയേ. ഐ ഡിഡ് ഈറ്റ്. ഐ ഏറ്റ്. കഴിച്ചു. അതായത് ലാസ്റ്റിലത്തെ ഏതെങ്കിലും ഒരു ടൈം പറയുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് നമ്മൾ എഴുതിക്കണം. ഐ ഏറ്റ്. ഞാൻ കഴിച്ചു. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ING ഫോം പ്രസൻറ്റ് കണ്ടിന്യൂസുകൾ നോക്കിക്കണം. അവിടെ ഐ ആം മീറ്റിംഗ് ആണ്. സെക്കൻഡ് വൺ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഐ ആം മീറ്റിംഗ്. അതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്താ? ഐ വാസ് ഈറ്റിംഗ്. ഞാൻ അതായത് പാസ്റ്റ് ടൈമിൽ തുടരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് സെവൻത് വൺ നോക്കിയേ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് V3 ഈറ്റണ് മുമ്പ് ഹാഡ്. പ്രസൻറ്റ് പെർഫെക്റ്റ് തേർഡ് വൺ നോക്കിയേ. ഐ ഹാവ് ഈറ്റൺ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞു. നേരത്തെ കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിലോ? ഐ ഹാഡ് ഈറ്റൺ. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് രണ്ട് പാസ്റ്റ് ടെൻസ് ചോദിക്കുമ്പോൾ ആദ്യം നടന്ന ക്രിയ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. കേട്ടിട്ടില്ല സെൻറ്റൻസ്? ഡോക്ടർ വരുന്നതിന് മുമ്പ് പേഷ്യൻ്റ് മരിച്ചു. ആദ്യം നടന്നത് പേഷ്യൻ്റ് മരിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദി ഡോക്ടർ അറൈവ്ഡ്. ആദ്യം നടന്ന ക്രിയ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം. പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ എഴുതുന്നത്? പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് ഹാഡ് ചേർക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റിലോ ഹാവ് ചേർക്കണം. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ ഹാഡ് ബീൻ ഈറ്റിംഗ്. ഐ ഹാഡ് ബീൻ ഈറ്റിംഗ്. കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ സിമ്പിൾ ഐ ഷാൾ ഈറ്റ്. കഴിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഐ ഷാൾ ബി ഈറ്റിംഗ്. കഴിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ തുടരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഐ ഷാൾ ഹാവ് ഈറ്റൺ. കഴിച്ചു കഴിഞ്ഞിരിക്കും. കഴിച്ചു കഴിഞ്ഞിരിക്കും. ഐ ഷാൾ ഹാവ് ഈറ്റൺ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ ഷാൾ ഹാവ് ബീൻ ഈറ്റിംഗ്. കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഫ്യൂച്ചർ സിമ്പിൾ ഐ ഷാൾ ഈറ്റ്. ഞാൻ കഴിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ഐ ഷാൾ ബി ഈറ്റിംഗ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചറിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കഴിയുന്ന ക്രിയ. ആ പ്രവൃത്തി തുടങ്ങിയിട്ടില്ല, ഫ്യൂച്ചറിലാണ് തുടങ്ങുന്നതും ഫ്യൂച്ചറിലൊരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് തീരുകയും ചെയ്യും. അതാണ് എന്ത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ ഷാൾ ഹാവ് ബീൻ ഈറ്റിംഗ്. ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. മറ്റേതോ? കഴിച്ചു കഴിഞ്ഞിരിക്കും. പ്രസൻറ്റ് സിമ്പിൾ ഐ ഈറ്റ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഐ ആം ഈറ്റിംഗ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ഐ ഹാവ് ഈറ്റൺ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ